നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 2-ാം തീയതി 1201 ആണ്ട് തുലാമാസം 16-ാം തീയതി ഞായറാഴ്ച. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രം അതേപോലെ നക്ഷത്രം അനുകൂലപ്രദമാണ്. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. സൂര്യഭഗവാന്റെ ദിവസമാണ്. ശരിക്ക് സൂര്യൻ പ്രപഞ്ചനാഥനാണ്. ശരിക്കും സോളാർ സിസ്റ്റത്തിൽ സ്ഥിരമായിട്ടുള്ളത് സൂര്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ജ്യോതിഷദേവനായിട്ട് സൂര്യനെ ആ ദേവനെ ചുറ്റി പ്രാർത്ഥിച്ച് മറ്റ് ഗ്രഹങ്ങൾ ജീവിക്കുന്നു എന്നാണ്. അപ്പോൾ പ്രപഞ്ചനാഥനാണ് ശരിക്ക് സൂര്യൻ എന്ന് പറയാം. കാരണം സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. സൂര്യൻ്റെ എനർജിയിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ദിവസമാണെന്ന്. അപ്പോൾ നല്ല ദിവസമാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഇന്ന് അവധി ദിവസം, നല്ലൊരു ദിവസം കിട്ടി, നല്ലൊരു നക്ഷത്രം കിട്ടി. ഇതെല്ലാം കൊണ്ടും നമുക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഇന്നത്തെ ദിവസം ഉപയോഗിക്കാം. അതുപോലെ തന്നെ തുലാമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ ഒരു വർഷക്കാലമായിരിക്കും. എന്തൊക്കെ രീതിയിൽ? സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. പ്രശസ്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അംഗീകാരങ്ങൾ ലഭിക്കുക, ജോലിയിൽ പുരോഗതി, പ്രൊമോഷൻ ലഭിക്കുക, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ലഭിക്കുക, മെച്ചപ്പെട്ട ജോലി കിട്ടുക. ഇതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും കൂടി മേന്മ ഉണ്ടാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അതുപോലെ ഇന്നും നമ്മൾ നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഇന്ന് രാഹുകാല സമയത്തെ ചിന്തിക്കുമ്പോൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കലണ്ടറിലും അല്ലാത്ത രാഹുകാലവുമായിട്ട് ചില വ്യത്യാസം വരുന്നത് കൊണ്ടാണ് രാഹുകാലത്തെയും ഗുളികകാലത്തെയും യമകണ്ഠ കാലത്തെയും ഒക്കെ പറയുന്നതിന് കാരണം. രാഹുകാലം ഇന്ന് അവധി ദിവസമാണ്. നമ്മൾ കുടുംബസമേതം നിന്ന് ഓരോ കാര്യങ്ങൾക്ക് യാത്രയൊക്കെ തിരിക്കുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതിൽ രാഹുകാലത്തെ ചിന്തിക്കുമ്പോൾ 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയമായിട്ട് വളരെ കറക്റ്റായിട്ട് പോവേണം. 4:30 തന്നെ രാഹുകാലം തുടങ്ങും. 6 മണി വരെ ഇല്ല. 5:57 കൂടി ഒരു 3 മിനിറ്റിൻ്റെ കുറവുണ്ട് ഇന്നത്തെ രാഹുകാലത്തിൽ. 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ ചിലപ്പോൾ കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറയും. ഇന്നിപ്പോൾ കുറവാണ് 3 മിനിറ്റ്. അപ്പോൾ ഇതാണ് രാഹുകാലം. ഏകദേശം കലണ്ടർ നോക്കി ഇന്ന് പോയാലും കറക്റ്റാണ്. കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയവും രാഹുകാല സമയവും ഇന്നത്തെ യഥാർത്ഥ രാഹുകാല സമയവും സെയിമാണ്. അതേപോലെ ഇന്നത്തെ ഗുളികകാല സമയവും രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിൽ ഗുളികനും യമകണ്ഠനും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ലാത്ത സമയമാണ്. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം 3 മണി 3 മിനിറ്റ് തൊട്ട് 4:30 വരെ. അവിടെയും 3 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ യമകണ്ഠ കാല സമയം വരുന്നതും 12:08 തൊട്ട് 1:35 വരെ. അവിടെയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 8 മിനിറ്റ് ആരംഭം ആണെങ്കിൽ തീരുമ്പോൾ 5 മിനിറ്റിൽ. അവിടെയും ശരിക്ക് പറയുകയാണെങ്കിൽ 3 മിനിറ്റിൻ്റെ കുറവുണ്ട്. ഇതാണ് ഇന്നത്തെ രാഹുവിൻ്റെയും ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും സമയം. അതുപോലെ ഇന്നും നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എല്ലാ കാര്യങ്ങൾക്ക് കൊള്ളാവുന്ന ദിവസമാണ്. എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന്
നമ്മൾ പറയും മധുരവും അതിമധുരവും ഉണ്ട്, ഇരട്ടി മധുരമുണ്ട്. ഇരട്ടി മധുരം പോലെയാണ് അഭിജിത്ത് മുഹൂർത്തം. മുഹൂർത്തത്തിൻ്റെ രാജാവാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ മുഹൂർത്തത്തിൽ അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:44 തൊട്ട് 12:32 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരം മാത്രമേ കൊള്ളാതെ ഉള്ളൂ. 12:06 തൊട്ട് 12:10 വരെ ഈ സമയം ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രപഞ്ചനാഥനായ സൂര്യൻ, എല്ലാ കളറും സൂര്യൻ്റെ കളർ തന്നെയാണ്. എങ്കിൽ പോലും സൂര്യകിരണങ്ങൾ, സൂര്യൻ്റെ എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി സൂര്യൻ്റെ പ്രാധാന്യമുള്ള കളറായ താമരപ്പൂവിൻ്റെ കളറ്, റോസ് കളറ്, ചുടുകല്ലിൻ്റെ കളറ്, അതുപോലെ റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് ഒക്കെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.